എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രഷർ കുക്കറിൽ ഒരു അടിപൊളി മട്ടൻ കറി തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അധികം കഷ്ടപ്പാടൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മട്ടൻ കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള മട്ടൻ 200 ഉണ്ട്. അപ്പോൾ 1 കിലോ 200 ഗ്രാം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ല് കൂടിയിട്ടുള്ളത് ആയത് കാരണം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മട്ടൻ്റെ റിബ്സാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെക്കുക. അതായത് തൈരും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുക. അതിന് ശേഷം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഉളുമ്പ് നാറ്റം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുള്ള മട്ടനാണ്. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നമ്മൾ ഉള്ളി ചേർക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട ഇത്ര ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഒരു 2 മീഡിയം സൈസിലുള്ള സവാള, ഒരു പിടി ചെറിയ ഉള്ളി, 3 പച്ചമുളക് ഇത് നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന പ്രഷർ കുക്കർ എന്ന് പറയുന്നത് 2 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്. അപ്പോൾ 1 കിലോ മട്ടന് ഈ ഒരു കുക്കറിൽ വേവിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഈ ഉള്ളി നന്നായിട്ട് വഴറ്റി നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു 3 ടീസ്പൂൺ വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ 4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ മുളക് പൊടി നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് എരിവ് കാണില്ല, പക്ഷെ നല്ല കളറായിരിക്കും. അപ്പോൾ കാശ്മീരി മുളക് പൊടി എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് വലിയ സ്പൂണാണ് കേട്ടോ. ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ വറക്കാത്ത പൊടികളാണ്. അപ്പോൾ ഈ ഒരു മസാല കിടന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറ്റി എടുക്കണം. അതുപോലെ നമ്മൾ ഇപ്പോൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാല നമ്മളിതിലേക്ക് ഏറ്റവും അവസാനമാണ് ചേർക്കുന്നത്. ഇപ്പോൾ തന്നെ ചേർത്തിട്ട് നമ്മൾ വിസിൽ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗരം മസാല അവസാനമാണ് ചേർക്കുന്നത്. പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഞാനിവിടെ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ച പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ്, അത് പച്ചയ്ക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തുള്ളതാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മട്ടൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മട്ടൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു മട്ടൻ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴാണ് നമ്മളിത് അടച്ച് വെച്ചിട്ട് വിസിലടിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മട്ടനൊക്കെ ആണെങ്കിൽ കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ ഒരു 5-6 വിസിലെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ മട്ടൻ അധികം വേവില്ലാത്തതാണ്. അപ്പോൾ ഒരു 3 വിസിൽ മതി ഇവിടുത്തെ ഒരു മട്ടൻ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഒന്ന് തിള വന്ന് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ 3 വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയി ഇപ്പോൾ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മട്ടൻ കറിയിൽ ഇപ്പം നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് അതുപോലെ നന്നായിട്ട് തിളച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് തീ ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കിയിട്ട് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വറ്റിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചാറ് വേണമെങ്കിൽ കുറച്ച് വറ്റിച്ചാൽ മതിയാകും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് തിളച്ച് വരുന്ന കൂട്ടത്തിൽ തന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചാണ് ഇത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വിസിലടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ മണമൊക്കെ അങ്ങ് പോവും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മട്ടൻ കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്